നമശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇപ്പം മക്കളുടെ ലെസൺ രത്നാകർ എന്നുള്ള ലെസൺ കഴിഞ്ഞു അല്ലേ? ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പേജ് നമ്പർ 76 കുറച്ച് എക്സസൈസുകളാണ് നമുക്കിന്ന് തുടങ്ങാനുള്ളത്. 76 മുതൽ 77, 78 വരെ ഉള്ളത്. അപ്പോൾ മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 76 എടുത്തല്ലോ. പേജ് നമ്പർ 76. ക്രമബദ്ധ് കരേ. ക്രമബദ്ധ് കരേ എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ ആക്കി എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ക്രമബദ്ധ് കരേ. നിമ്നാങ്കിത് ഘടനാവും കോ ക്രമബദ്ധ് കർക്കെ ലിഖേ. നിമ്നാങ്കിത് എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നിമ്നാങ്കിത് ഘടനാവും, ഘടന മീൻസ് ഇൻസിഡൻസ് ആണ്. ക്രമബദ്ധ് കർക്കെ ലിഖിയ മീൻസ് ഓർഡറിൽ എഴുതാൻ എന്ന് വെച്ചാൽ ഒരു കഥയാണെങ്കിൽ ആ കഥയിൽ ആദ്യത്തെ എന്താണ്, രണ്ടാമത് എന്താണ്, മൂന്നാമത് എന്താണ്, അങ്ങനെ ഒരു ഓർഡറിൽ മക്കൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് എഴുതുന്നില്ലേ, അതേപോലെ ഇപ്പോൾ ഒരു സ്റ്റോറിയിലെ 5 ലൈൻസ് തന്നിട്ട് അതിൽ ആദ്യത്തെ ലൈൻ ഏതാ വരുന്നത്, രണ്ടാമത്തെ ലൈൻ ഏതാ വരുന്നത്, അങ്ങനെ ഓർഡറിൽ എഴുതൂലേ, അതേപോലെ നിങ്ങൾ ഇന്ന് ഇതുവരെ പഠിച്ച രത്നാകർ എന്നുള്ള ലെസനുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ലൈൻസാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മിസ്സ് വായിക്കുക. 5 സെൻറ്റൻസ് ഉണ്ട്. അതിലാദ്യം ഏത് സെൻറ്റൻസാണ് വരിക, രണ്ടാമത് ഏത് സെൻറ്റൻസാണ് വരിക, മൂന്നാമത് ഏത് സെൻറ്റൻസാണ്, നാലാമതേത്, അഞ്ചാമത്, ഇങ്ങനെ ഓർഡറിൽ എഴുതണം. ഓക്കെ, ഒന്നാമത്തത് ഉനോനെ പാപകർമ്മ ചോടനെ കാ ഉപദേശ് ദിയ. ഉനോനെ പാപകർമ്മ ചോടനെ കാ ഉപദേശ് ദിയ. അദ്ദേഹം പാപകർമ്മങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഉപദേശം കൊടുത്തു. രണ്ടാമത്തത് ഹാത്ത് പൈർ ബാന്ധ് കർ മാർനെ ലഗ. കൈയും കാലും കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി. മൂന്നാമത്തത് ലേക്കിൻ ഡാക്കു തയ്യാർ നഹീ ഹുവ. പക്ഷേ ഡാക്കു തയ്യാറായില്ല. ഡാക്കുവിനെ സാധു കോ പകട. ഡാക്കു സാധുവിനെ പിടിച്ചു, സന്യാസിയെ പിടിച്ചു. സാധു ശാന്ത് ഖടാ രഹ. സന്യാസി ശാന്തനായി നിന്നു. അപ്പോൾ കഥയിലുള്ള കുറച്ച് ലൈൻസ് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ഓർഡർലെസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇനി അത് നമുക്ക് ഓർഡറിൽ നോക്കി എഴുതാം. ഓക്കെ, ഓർഡറിലാക്കി എഴുതാം. അപ്പോൾ മക്കൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഓർഡറിൽ എഴുതുക? മിസ് ഇവിടെ ഓർഡറിൽ എഴുതിയതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തത് ഡാക്കുവിനെ സാധുക്കോ പകട. ആദ്യം തന്നെ ഡാക്കു സാധുവിനെ പിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് ഇതിൽ ഈ സെൻറ്റൻസ് പ്രകാരം ആദ്യം വരേണ്ടത്. ആ ലൈനാണ് ഡാക്കുവിനെ സാധുക്കോ പകട. എന്നിട്ടോ പിടിച്ചതിന് ശേഷം എന്താ ചെയ്ത്? ഹാത്ത് പൈർ ബാന്ധ് കർ മാർനെ ലഗ. കയ്യും കാലും കെട്ടിയിട്ട് അടിക്കാനാണ് തുടങ്ങിയത് അല്ലേ? എന്നിട്ട് ഹാത്ത് പൈർ ബാന്ധ് കർ മാർനെ ലഗ. അപ്പോൾ സെൻറ്റൻസ് സെക്കൻഡ് വൺ അതാണ് വരുന്നത്. ഇനി തേർഡ് വൺ, മൂന്നാമതായിട്ട് എന്താ പറയുക? സാധു ശാന്ത് ഖടാ രഹ. അയാളെ അടിച്ചപ്പോഴും സന്യാസി മിണ്ടിയില്ല അല്ലേ? ശാന്തനായി നിന്നു. അപ്പോഴല്ലേ അയാൾക്ക് ദേഷ്യം വരുന്നത്, അപ്പോൾ പേടിയാവുന്നത്. അപ്പോൾ സാധു എന്താ? ശാന്ത് ഖടാ രഹ. അതാണ് തേർഡ് ലൈൻ വരുന്നത്. അപ്പോൾ മക്കൾ പറയുമ്പം തന്നെ അവിടെ സൈഡിൽ 1, 2, 3 എന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ മിസ് ആൻസർ തരും, അത് നോക്കി എഴുതുക. ഓക്കെ, അപ്പോൾ സാധു ശാന്ത് ഖടാ രഹ എന്നുള്ളതാണ് മൂന്നാമത്തത്. അടുത്തത് നാലാമത്തത് ഉനോനെ പാപകർമ്മ ചോടനെ കാ ഉപദേശ് ദിയ. അദ്ദേഹം പാപകർമ്മങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഉപദേശം കൊടുത്തു അല്ലേ? ഉപദേശ് ദിയ. ഇനി ലാസ്റ്റ് സെൻറ്റൻസ് ഒന്ന് ബാക്കിയുണ്ട് അല്ലേ? ലേക്കിൻ ഡാക്കു തയ്യാർ നഹീ ഹുവ. ഉപദേശം കൊടുത്തെങ്കിലും ഡാക്കു അത് കേൾക്കാൻ തയ്യാറായില്ല. ലേക്കിൻ ഡാക്കു തയ്യാർ നഹീ ഹുവ.
അപ്പോൾ 5 സെൻറ്റൻസ് ഈ ഓർഡറിലാണ് മക്കൾ എഴുതേണ്ടത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പേജ് നമ്പർ 77 ആണ്. 77-ൽ ഒന്നാമത്തത് ഏറ്റവും മുകളിലുള്ളത് വിപരീത ശബ്ദ ലിഖേ. വിപരീത് എന്ന് പറഞ്ഞാൽ മക്കൾ പഠിച്ചതാണ്, ഓപ്പോസിറ്റ് അല്ലേ. വിലോം ശബ്ദ്, വിപരീത ശബ്ദ് എന്നൊക്കെ പറയുന്നത് സെയിം മീനിങ് ആണ്. ഓപ്പോസിറ്റ് വേർഡ്സിനാണ് വിപരീത ശബ്ദ് എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അതിന് വിലോം ശബ്ദ് എന്നും പറയും. ഓക്കെ. ഇവിടെ തന്നിരിക്കുന്ന 2 വേർഡ്സാണ് തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് എഴുതാനായിട്ട്. ഒന്ന് ശാന്ത്, രണ്ടാമത്തത് പാപ്. ഓക്കെ. ശാന്ത് പാപ്. അപ്പോൾ ശാന്ത് എന്ന് പറഞ്ഞാൽ ക്വയറ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ശാന്തി ഇല്ലാത്ത അല്ലേ, സൈലൻ്റ് ആയിരിക്കുന്ന ശാന്തി ആണ് ശാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ശാന്തി ഇല്ലാത്തത്. പിന്നെയോ പാപ് എന്ന് പറഞ്ഞാൽ പാപം. പാപത്തിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? പാപം പുണ്യം അല്ലേ. അപ്പോൾ ശാന്ത് അശാന്ത്, ശാന്തി ഇല്ലായ്മ, ശാന്ത് അശാന്ത്. ഓക്കെ. അപ്പോൾ വിപരീത ശബ്ദം ശാന്ത് അശാന്ത്, പാപ് പുണ്യം. ശാന്ത് അശാന്ത്, പാപ് പുണ്യം. ഓക്കെ. ഇതാണ് ഓപ്പോസിറ്റ്സ്. അടുത്തത് വാർത്താലാപ് കി പൂർത്തി കരെ. പേജ് നമ്പർ 77-ൽ തന്നെ ഓപ്പോസിറ്റിന് ശേഷം വരുന്നത് വാർത്താലാപ് കി പൂർത്തി കരെ എന്ന് പറഞ്ഞാൽ ഒരു കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സംഭാഷണം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണമാണ് കോൺവെർസേഷൻ. ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഭാഗം പൂരിപ്പിച്ചെഴുതാനാണ് തന്നിരിക്കുന്നത്. ഓക്കെ. സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വരുന്ന ഭാഗങ്ങളിൽ എന്തൊക്കെ ചേർക്കണമെന്ന് നോക്കാം. നിമ്നാങ്കിത് വാർത്താലാപ് കി പൂർത്തി കരെ. താഴെ തന്നിരിക്കുന്ന കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഹിന്ദി ഭയങ്കര സിമ്പിളാവും. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ സരിത, നാൻസി 2 കഥാപാത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഓക്കെ. സരിതയും നാൻസിയും അവർ തമ്മിൽ സംസാരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 2 ഫ്രണ്ട്സ് തമ്മിൽ കാണുകയാണ്. അപ്പോൾ ഒരാൾ മറ്റേയാളോട് എന്താ പറയുന്നത്? നമസ്തേ നാൻസി. നാൻസിനോട് പറയാണ് നമസ്തേ നാൻസി അല്ലേ. നാൻസി നമസ്കാരം എന്ന്. അപ്പോൾ നാൻസി എന്താ പറയുന്നത്? നമസ്തേ. നമസ്തേ പറഞ്ഞു. പിന്നീട് ഒരു സെൻറ്റൻസും കൂടെ നാൻസി പറയണം അല്ലേ, അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അതിന് ശേഷം സരിത പറയുന്നത് എന്താണ്? മേ ചാച്ചി കെ ഘർ ഗയി തീ. അവിടെ രണ്ടാമത് നാൻസി പറയുന്ന അവിടെ ഒരു ക്വസ്റ്റ്യനാണ്, കാരണം അവിടെ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ നാൻസി സരിതയോട് എന്തോ ചോദിക്കുകയാണ് അല്ലേ. ഷീസ് ആസ്കിങ് സംതിങ്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് സരിത പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. സരിത എന്തുത്തരമാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നാൻസി അവിടെ ക്വസ്റ്റ്യൻ വരാൻ അല്ലേ, നാൻസി ചോദിച്ച ചോദ്യം വരാൻ. അപ്പോൾ സരിത എന്താ പറയുന്നത്? മേ ചാച്ചി കെ ഘർ ഗയി തീ. ഞാൻ ചാച്ചിയുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ നീ എവിടെ പോയതാണ് എന്നല്ലേ ക്വസ്റ്റ്യൻ വരേണ്ടത്. മേ ചാച്ചി കെ ഘർ ഗയി തീ. ചാച്ചി എന്ന് പറഞ്ഞാൽ ആരാ? ഇളയച്ചൻ്റെ ഭാര്യ, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ ചാച്ചി. അപ്പോൾ ചാച്ച ചാച്ചി. അപ്പോൾ സരിതം പറയാണ് ഞാൻ ചാച്ചിയുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ മേലെ നാൻസി ചോദിച്ച നമസ്തേ കഴിഞ്ഞിട്ടുള്ളത് സരിതയോട് ചോദിക്കുന്നതായിരിക്കും. സരിതേ നീ എവിടെയാണ് പോയത് എന്നല്ലേ, നീ എവിടെ പോയിരുന്നു എന്നാണ് ചോദിക്കേണ്ടത്. ഥീ എന്ന് പറഞ്ഞാൽ പോയിരുന്നു, പോയി കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ എന്ത് ചോദിക്കണം? അവിടെ ഒരു ക്വസ്റ്റ്യൻ വരണം അല്ലേ. തും കഹാം ഗയി ഥീ എന്ന് ഉള്ള രീതിയിൽ. സരിത മേ ചാച്ചി കെ ഘർ ഗയി ഥി. അടുത്തത് നാൻസി പറയാണ്, നാൻസി അവിടെ എന്തോ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, അതും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സരിത അതിന് ആൻസർ പറയാണ് ഭോപ്പാൽ മേ. അടുത്തതായിട്ട് വീണ്ടും സരിത തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ
നാൻസി മേ ഠീക്ക് ഹും എന്നാണ് പറയുന്നത്, എനിക്ക് സുഖം തന്നെ. അപ്പോൾ സരിത വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ. അപ്പം നാൻസി പറയാണ് മേ ദുക്കാൻ ജാ രഹി ഹും, ഞാൻ പീടികയിലേക്ക് അല്ലെങ്കിൽ കടയിലേക്ക് ഷോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും ചോദിക്കുന്നത്? നീ എവിടെയാണ് പോകുന്നത് എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഈ കോൺവെർസേഷൻ്റെ ആൻസർ മിസ്സ് പറഞ്ഞുതരാം. നോക്കുക, സരിത നമസ്തേ നാൻസി അല്ലേ. അപ്പോൾ നാൻസി നമസ്തേ, നാൻസി നമസ്തേ കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ ചോദിക്കുന്നത്? തും കഹാ ഗയി ഥീ, നീ എവിടെ പോയിരുന്നു, അതാണ് ചോദ്യം. കാരണം താഴെ ആൻസർ തന്നിട്ടുണ്ട് മേ ചാച്ചി കെ ഗർ ഗയി ഥീ എന്ന്. അപ്പോൾ അവിടെ മാച്ച് ആവേണ്ട ചോദ്യം എന്താണ്? നീ എവിടെ പോയിരുന്നു. തും കഹാ ഗയി ഥീ. അപ്പോൾ സരിത പറയാം മേ ചാച്ചി കെ ഗർ ഗയി ഥി. അപ്പോൾ നാൻസി ചോദിക്കുക ചാച്ചി കാ ഘർ കഹാ ഹേ, ചാച്ചിയുടെ വീട് എവിടെയാ? നീ ചാച്ചിയുടെ വീട്ടിൽ പോയി എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ചാച്ചിയുടെ വീട് എവിടെയാ? അപ്പോൾ സരിത ഭോപ്പാൽ മേ, ഭോപ്പാലിലാകുന്നു. എന്നിട്ട് സരിത തന്നെ നാൻസിനോട് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ മേ ഠീക്ക് ഹൂ എന്നാണ് നാൻസി പറയുന്നത്, ഞാൻ എനിക്ക് സുഖം തന്നെ. അപ്പോൾ നീ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് ചോദ്യം വരിക അല്ലേ. അപ്പോഴല്ലേ എനിക്ക് സുഖം തന്നെ എന്ന് പറയൂ. അപ്പോൾ നാൻസി തും കൈസി ഹോ, നാൻസി നിനക്ക് സുഖമാണോ, നീ എങ്ങനെ ഇരിക്കുന്നു? നാൻസി മേ ഠീക്ക് ഹൂ, ഐ എം ഓൾ റൈറ്റ് എന്ന് പറയില്ലേ നമ്മൾ, എനിക്ക് സുഖം തന്നെ, ഐ എം ഓൾ റൈറ്റ് എന്നാണ് ഇവിടെ നാൻസി പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് സരിത തും കഹാൻ ജാ രഹി ഹോ, കാരണം മേ ദുക്കാൻ ജാ രഹി ഹൂ എന്ന് താഴെ തന്നിട്ടുണ്ട്. ഞാൻ കടയിലേക്ക് പോകുന്നു അല്ലെ ഷോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ എന്താ വേണ്ടത്? നീ എവിടത്തേക്കാണ് പോകുന്നത് അല്ലേ. തും കഹാൻ ജാ രഹി ഹോ, നീ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാൻസി പറയാണ് മേ ദുക്കാൻ ജാ രഹി ഹോ, ഞാൻ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, എഴുതി വായിച്ച് മനസ്സിലാക്കുക.